നമ്മളിനി ശിരൂരിലേക്കാണ് പോകുന്നത്. ശിരൂരിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽഭയുടെ തെരച്ചിൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഗംഗാവലിയിലെ ദൗത്യം അതീവ ദുഷ്കരമെന്ന് അദ്ദേഹം ദൗത്യ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. പലതവണ അടിത്തട്ടിൽ ഇറങ്ങിയെങ്കിലും കാഴ്ച ദുഷ്കരമെന്നും മാൽഭെ പറയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു മാൽഭെ നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ. എന്നാൽ ഈ കാലാവസ്ഥ വലിയ ദുഷ്കരമായി തന്നെ തുടരുന്നു. ഇപ്പോൾ താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, തീർച്ചയായും ഇന്ന് 13ാമത്തെ ദിനമാണ്. ഇതിലിപ്പോൾ ഒരു അനിശ്ചിതത്വം തന്നെ നിലനിൽക്കുകയാണ്. ഇനിയും വൈകിട്ടുള്ള ഒരു യോഗത്തിന് ശേഷം, ഉന്നതതല യോഗത്തിന് ശേഷമേ എന്തും ഒരു തീരുമാനം ഉണ്ടാകൂ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കളക്ടർ നൽകുന്ന ഒരു വിവരം. അതായത് ഇപ്പോൾ ഈശ്വർ മാൽഭയും പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയതിന് ശേഷവും കാര്യമായ ഒരു പുരോഗതിയൊന്നും ഈ ഒരു പരിശോധനയിൽ അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. താൽക്കാലികമായി രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം തുടങ്ങിയതോടുകൂടി തന്നെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. കാരണം ഇന്നും കൂടി പരമാവധി ശ്രമിക്കും. കാരണം ഒരു മനുഷ്യനായി കർണാടക സർക്കാർ നടത്തിയ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നാണ് ഇപ്പോൾ ശിരൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇനിയും ഈശ്വർ മാൽഭയ്ക്ക് ശേഷം ഇനി ആര്, അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ളൊരു തീരുമാനമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മാർഗങ്ങളോ ഒന്നും തന്നെ ഭരണകൂടമോ ജനപ്രതിനിധികളോ ഒന്നും തന്നെ മുന്നിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആശങ്ക എല്ലാവരും തുടരുന്നത്. ഡ്രഡ്ജിങ് കൊണ്ടുവരുമെന്ന തരത്തിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഡ്രഡ്ജിങ് കൊണ്ടുവരിക അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് കർണാടക സർക്കാർ അറിയിക്കുന്നത്. അതേപോലെ തന്നെ മൺകൂനയ്ക്ക് അടുത്തായി, മൺകൂനയിൽ നിന്നും 132 മീറ്റർ അകലെയായിട്ടാണ് 4ാമത്തെ പോയിൻ്റായി നമ്മൾ ഐബോർഡ് പരിശോധനയിൽ അർജുൻ ഉള്ളതായി കണ്ടെത്തിയിരുന്നത്. എന്നാൽ അവിടെ ഈ ഒരു മൺകൂനയിൽ നിന്നും പ്രൊക്ലൈമർ ഉപയോഗിച്ച് മണ്ണെടുത്ത് മാറ്റുന്ന തരത്തിലുള്ളൊരു പരിശോധനയും മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നൊരു തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നു. കാരണം കാലാവസ്ഥ പ്രതികൂലമാണ് ഇപ്പോൾ ശിരൂരിൽ. അതേപോലെ തന്നെ ശക്തമായ അടിയൊഴുക്കുമുണ്ട്. ഇന്നലെ തന്നെ ഈശ്വർ മാൽഭെ ഈ ഒരു പുഴയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു തവണ അപകടം സംഭവിച്ചിരുന്നു. കയർ പൊട്ടിപ്പോയി ഒഴുകിപ്പോകുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും നിരവധി തവണ രാവിലെ കാലാവസ്ഥ അനുകൂലമായൊരു സാഹചര്യത്തിലും ഈശ്വർ മാൽഭയ്ക്കൊപ്പം മറ്റു 2 പേരും കൂടി പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. എന്നാലും കൃത്യമായ ഒരു വ്യക്തതയൊന്നും ലഭിച്ചിട്ടില്ല. കാരണം അടിയിലേക്ക് പോകുന്തോറും കൂടുതൽ ഇരുട്ട് മാത്രമാണ് അടിയിൽ എന്നുള്ളതാണ് ഈശ്വർ മാൽഭയും പറയുന്നത്. മാത്രമല്ല, കൂടുതൽ അടിയിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം തന്നെ അവിടെ അകപ്പെട്ടു പോകുന്നുള്ള തരത്തിലും ഈശ്വർ മാൽഭെ പറയുന്നുണ്ട്. നിരവധി ജനപ്രതിനിധികളാണ് ഇപ്പോൾ അവിടെയുള്ളത്. എന്നിരുന്നാലും ഈ ഒരു രക്ഷാദൗത്യം ഇവിടെ നിർത്തരുത്, ഇത് തുടരണമെന്ന് തന്നെയാണ് കേരള സർക്കാരും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും എല്ലാം കർണാടക സർക്കാരിനോടും അതേപോലെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനോടും അപേക്ഷിച്ചിരിക്കുന്നത്, അതേപോലെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടത്തെ ഒരു യോഗത്തോടു കൂടി തന്നെ ദൗത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ തീരുമാനം അറിയാനാകുമെന്നാണ് കളക്ടറും സൂചിപ്പിക്കുന്നത്. ശ്രുതി, എന്തായാലും വ്യക്തമാണ്, ഇപ്പോൾ വെല്ലുവിളിയായി പുഴയിലെ കുത്തൊഴുക്ക് മുന്നോട്ട് നിൽക്കുക തന്നെ ചെയ്യുകയാണ്. ഈശ്വർ മാൽഭെ സംഘം എന്തായാലും മടങ്ങുകയാണ്. കുത്തൊഴുക്ക് തന്നെയാണ് പ്രതികൂലമായി നിലനിൽക്കുന്നത്. ഇനി യോഗത്തിന് ശേഷം മാത്രമേ അടുത്ത പ്ലാൻ ബി എന്താണെന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 13ാം ദിനവും അർജുനായുള്ള തെരച്ചിൽ പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്.